ഇവൻ വേഗം കയ്യും കാലൊക്കെ കൈകിയിട്ട് ഓടി വന്ന് തോട്ടിലിറങ്ങിയിട്ട് ഇങ്ങനെ ഈ അരുക്ക് ഇങ്ങനെ ചാരി നിന്നിട്ട് പറഞ്ഞു, തമ്പുരാൻ കണ്ട് കയറിക്കൂളിന്ന് പറഞ്ഞു. അവർ വലിയ ബഹുമാനത്തിൽ അങ്ങനെ വിളിക്കാം. പാപ്പാനെ തോൾക്ക് ഇങ്ങോട്ട് കയറ്റിയിട്ട് നേരെ തോട്ടിൻ്റെ അക്കരക്ക് വെച്ചു കൊടുത്തു. അവനോട് പറഞ്ഞു, എടാ ഇവിടെ ജിന്നക്കര കടത്തില്ല, അവിടെ ഞാൻ അക്കര കടത്തുന്നു. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് കലിമ അങ്ങോട്ട് ചൊല്ലിക്കൊടുത്തു. അത് ചൊല്ലിയിട്ട് അവിടെ കിടന്ന് സുന്ദരമായി മരിച്ചു. ഞാൻ അങ്ങനെ ആലോചിച്ചിരിക്കുന്നു പലപ്പോഴും. അതേമാതിരി ചോദിയാക്കണേ നമ്മൾ കെച്ചിലായിരുന്നു. ഒരു ഹിസാബ് ഉണ്ടാവൂലേ? ഞാൻ വെറുതെ പറയില്ല, നിങ്ങൾ ആലോചിച്ച് നോക്കണേ. ഉണ്ടാ എന്ത് ഹിസാബ് അയാൾക്ക് വരളല്ല. ഇസ്ലാമു യഹദീമുമാക്കാന കബുലഹുന്നല്ലേ? ഇസ്ലാം മുസ്ലിം ആകലോടുകൂടി അയാളെ മുമ്പുള്ള എല്ലാ ദോഷവും അള്ളാഹു പുറത്തു കൊടുത്തില്ലേ? എല്ലാം പുറത്തു കൊടുത്ത് ഒരു ഇബാദത്ത് ചെയ്യാത്തതിനെ പറ്റി ചോദിക്കാനില്ല, ചെയ്തത് നന്നാകാത്തതിനെ പറ്റി അയാളോട് ചോദിക്കാനില്ല, ഒരു തെറ്റ് ചെയ്തതിനെ പറ്റി അയാളോട് ചോദിക്കാനില്ല. ഒന്നിനും അയാൾക്കൊരു സമയമില്ല. ഗ്രീൻ ചാനലിൽ പോകാം. നമുക്കൊക്കെ എന്തൊക്കെയാ പറയണ്ടാവും ചെങ്ങായി, വരുന്ന ആലോചിച്ചൊക്കെ അടിക്കണം. തങ്ങൾ പാപ്പ മമ്പുറത്ത് വന്ന സമയത്ത് ചെറിയ പ്രായമുള്ളൂ, 17 വയസ്സുള്ളൂ. മഹാനായ ഷേഖ് ഹസൻ ജിഫ്രി തങ്ങൾ പാപ്പ അന്ന് വഫാത്തായിട്ടുണ്ട്. ഹസൻ ജിഫ്രി പാപ്പ മമ്പുറത്ത് വന്ന് തറമ്മൽ വീട്ടിൽ താമസമാക്കി. അവിടത്തേക്കൊരു മകളാണുള്ളത്. മകൾക്ക് നിങ്ങൾ പുതിയാപ്പളിനെ തരേണ്ട, അത് ഹലറ് മൊത്തുന്ന ആള് വരുന്നു. തങ്ങൾ പാപ്പ വന്ന് രാത്രിയാണ് മമ്പുറത്ത് വന്നത്. അപ്പോൾ മക്കാമ് ഒക്കെ കെട്ടി അടച്ചു പൂട്ടി, ചാവിയൊന്നും ഇല്ല. പാറാവുകാരങ്ങനെ നിൽക്കുക. അവരോട് പറഞ്ഞു, മക്കാമൊന്ന് തുറന്നു തരണം, എനിക്ക് സിയാറത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അവർ പറഞ്ഞു, ഞങ്ങളുടെ അടുക്കൽ ചാവില്ല, ചാവി വീട്ടിലാണെന്ന്. എന്നാ വീട്ടിൽ പോയിട്ട് നിങ്ങൾ പറയും, ചാവി വേണം തുറക്കാൻ, ഹദർ മൗത്തുന്ന ഒരു കുത്തുബ് വന്നിട്ടുണ്ട്, അതുകൊണ്ട് തുറക്കാൻ ചാവി വേണമെന്ന് പറഞ്ഞു. വീട്ടിൽ വന്ന് പറഞ്ഞു, ഹദർ മൗത്തുന്ന ഒരു കുത്തുബ് വന്നിട്ടുണ്ട്, സിയാറത്ത് ചെയ്യാൻ മക്കാമ് തുറക്കണതിന് ചാവി തരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഹസൻ ജിഫ്രി പാപ്പാൻ്റെ മകള് പറഞ്ഞു, വന്നത് കുത്തുബാണെങ്കിൽ തുറക്കാൻ ചാവിൻ്റെ ആവശ്യമില്ല. സംഗതി കാര്യമാണല്ലോ, വന്നത് കുത്തുവാണെങ്കിൽ പിന്നെ തുറക്കാൻ ചാവിൻ്റെ ആവശ്യമില്ല. അപ്പോൾ തങ്ങൾ പാപ്പ വാതിലിൽ ഇങ്ങനെ മുട്ടിയപ്പോൾ വാതിൽ മലർക്കെ തുറന്നു. കാവലിക്കണവരൊക്കെ പൊടിച്ചു പോയി കയറി സിയാറത്ത് ചെയ്തു. അതിനുശേഷം മമ്പുറത്ത് ഈ തറമ്മൽ വീട്ടിൽ വന്നു. ഹസൻ ജിഫ്രി പാപ്പാൻ്റെ മകളെ, അമ്മാവൻ്റെ മകളെ കല്യാണം കഴിച്ചു. അവിടെ 10-20 വർഷത്തോളം താമസമാക്കി. മഹാനായ ഷേഖ് ആഷിഖ് റസൂൽ കൊണ്ടൂർ ഉസ്താദ് അത് വാങ്ങി അവിടെ ദർസ് തുടങ്ങിയതാണ്. 18 വർഷമായി അൽഹംദുലില്ലാഹ് അങ്ങനെ നടന്നു വരുന്നു. ഇൻഷാ അല്ലാഹ് നമ്മൾ അല്ലാഹു തആല അവരൊക്കെ ബർക്കത്തുകൊണ്ട് നമ്മൾ നന്നാക്കി തരുമാറാകട്ടെ. തങ്ങൾ പാപ്പ എന്ന് പറഞ്ഞാൽ ഒരു കാലഘട്ടത്തിൽ മമ്പുറത്ത് എന്നല്ല, ആ പരിസരത്തും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള എല്ലാ വിഭാഗം ജനങ്ങളുടെയും പ്രശ്നങ്ങളുടെ അത്താണിയായിരുന്നു മഹാനായ ഖുതുബുസ്സമാൻ സയ്യിദ് അലവി തങ്ങൾ ഖദ്ദസുല്ലാഹു സ്വല്ലല്ലാഹു. തങ്ങൾ പാപ്പ അവിടെ അടുത്ത പ്രദേശമായ കൊടിഞ്ഞി അങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് പ്രദേശങ്ങളിലൊക്കെ പള്ളി ഉണ്ടാക്കൽ, മദ്രസ ഉണ്ടാക്കൽ, പള്ളിക്ക് കുറ്റിയടിക്കൽ, അവിടെ കാതിനെ നിയമിക്കൽ, ഖത്തീബിനെ നിയമിക്കൽ, ഇതൊക്കെ തങ്ങൾ പാപ്പാനോട് ചോദിച്ചിട്ടാണ്. തങ്ങൾ പാപ്പ ആളെ വിട്ടുകൊടുക്കൽ. അങ്ങോട്ട് കൊടിഞ്ഞിയിലെ പള്ളിക്ക് ഇങ്ങനെ കുറ്റിയടിക്കാൻ ചെന്നിട്ട് അവിടെ ഇങ്ങനെ കസാരട്ട് ഇങ്ങനെ ഇരുന്നു. അപ്പോൾ കുറ്റിയടിക്കാൻ വന്ന സ്ഥാനം നോക്കുന്ന ആൾ വന്നിട്ട് കുറേ ഇങ്ങനെ ചുറ്റിക്ക് ഇറങ്ങിയിട്ട് പാപ്പാൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ തലൊടിഞ്ഞിങ്ങനെ നിന്ന്. അപ്പോൾ എന്തിയാടാ കുറ്റിയടിക്കാൻ കുറേ നേരമല്ല ഇങ്ങനെ നിൽക്കണോ വെച്ച്. തമ്പുരാൻ വന്ന് എണീച്ച അവിടെ ഒരു കുറ്റി വെക്കായിരുന്നു എന്ന് പറഞ്ഞു. ആ ഇയാടെ താനക്കാരനെന്ന് പറഞ്ഞു. അവൻ്റെ പരമ്പര എപ്പോഴും നല്ല സ്ഥാനം നോക്കുന്ന ആൾക്കാരാണ്. കൊടിഞ്ഞിക്ക് പോകുമ്പോൾ അതേപോലെ തന്നെ ഒരു പ്രാവശ്യം കൊടിഞ്ഞിക്ക് പോകുമ്പോൾ അവിടെ അക്കാലത്ത് ഇങ്ങനെ വരമ്പിന് പോകണം, തോട്ടിലൊക്കെ ചളി ഉണ്ടെങ്കിൽ തോട്ടിൽ ഇറങ്ങി കിടക്കണം. പാലൊന്നും ഇല്ലാത്ത കാലല്ലേ. 183 ആണ്ട് കഴിഞ്ഞു പാപ്പാൻ്റെ. 90 ചില്ലാൻ വർഷം പാപ്പ ഹയാത്തിൽ ജീവിച്ചിട്ടുണ്ട് മമ്പുറത്ത്. 17 വയസ്സിൽ വന്നിട്ട് 91 വയസ്സ് വരെ ഏകദേശം ജീവിച്ചിട്ട് ആ സമയമൊക്കെ അവിടെ തന്നെ ആയിരുന്നു. അപ്പോൾ കൂടുള്ളവരോടൊക്കെ പറഞ്ഞു, നിങ്ങൾ തോട്ടിൽ ഇറങ്ങിക്കിടന്നു. അവിടെ പാടത്ത് ഇങ്ങനെ കൊത്തിക്കൊണ്ടിരുന്ന ഒരു ചോയി എന്ന് പറഞ്ഞ ഒരു താഴ്ന്ന ജാതിക്കാരെന്ന് പറയപ്പെടുന്ന ആള്. താഴ്ന്ന ജാതി മുന്തിയ ജാതി ഒന്നുമില്ലല്ലോ, ഒറ്റ ജാതിയല്ലേ ഉള്ളൂ മനുഷ്യന്. അപ്പോൾ ഇവൻ അന്ന് അക്കാലത്ത് ഇങ്ങനെ പണിയെടുക്കുമ്പോൾ ഇവർ പണിക്കാർ ഈ കോണം മാത്രം എടുത്തിട്ട് ഉണ്ടാവുള്ളൂ. അക്കാലത്ത് അത്ര ഉള്ളവർക്ക് അന്നത്തെ അവസ്ഥ അങ്ങനെയാണ്. ഇവൻ വേഗം കയ്യും കാലൊക്കെ കൈകിയിട്ട് ഓടി വന്ന് തോട്ടിലിറങ്ങിയിട്ട് ഇങ്ങനെ ഈ അരുക്ക് ഇങ്ങനെ ചാരി നിന്നിട്ട് പറഞ്ഞു, തമ്പുരാൻ കണ്ട് കയറിക്കൂളിന്ന് പറഞ്ഞു.
അവർ വലിയ ബഹുമാനത്തിൽ അങ്ങനെ വിളിക്കാം. പാപ്പാനെ തോൾക്ക് ഇങ്ങോട്ട് കയറ്റിയിട്ട് നേരെ തോട്ടിൻ്റെ അക്കരക്ക് വെച്ചു കൊടുത്തു. അവനോട് പറഞ്ഞു, എടാ ഇവിടെ ജിന്നക്കര കടത്തില്ല, അവിടെ ഞാൻ അന്നക്കര കടത്തുന്നു. അതൊരു 1.5 പറച്ചിലാണ്, വെറുതെ രസം പറഞ്ഞൊന്നുമല്ല. അങ്ങനെ ആരും മനസ്സിലാക്കണ്ട. ഈ ആള് മരിക്കാൻ സമയത്ത് സോക്കട ഇങ്ങനെ സക്രാത്തിനോട് അടുത്ത് വരുന്ന സമയ ഇയാളെ മകനുണ്ട് വരുന്നത് തങ്ങൾ പാപ്പാൻ്റെ അടുത്ത്. തങ്ങൾ പാപ്പ തുണി പായൊക്കെ മാറ്റി റെഡിയായി ഇങ്ങനെ നിൽക്കുക. എവിടെ നിന്ന് ഞാൻ കുറേ നേരം എന്നെ കാത്തുക്കൽ തുടങ്ങിയിട്ട് വേഗം പോകണം എന്നല്ല. ചെന്ന് അയാളുടെ അടുക്കൽ ചെന്ന് ഇങ്ങനെ അയാളുടെ ശരീരം തല മുതൽ കാല് വരെ തങ്ങൾ പാപ്പ ഇങ്ങനെ എടുത്ത് അടവി. അയാൾക്കൊരു അസുഖമല്ല, എണീറ്റിരുന്നു ഉഷാറായിട്ട്, ഒരു പ്രശ്നമില്ല. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് കലിമ അങ്ങോട്ട് ചൊല്ലിക്കൊടുത്തു. അത് ചൊല്ലിയിട്ട് അവിടെ കിടന്ന് സുന്ദരമായി മരിച്ചു. ഞാൻ അങ്ങനെ ആലോചിച്ചിരിക്കുന്നു പലപ്പോഴും. ഞാൻ അതേമാതിരി ചോദിയാക്കണേ നമ്മൾ കെച്ചിലായിരുന്നു. ഒരു ഹിസാബ് ഉണ്ടാവൂലേ? ഞാൻ വെറുതെ പറയില്ല, നിങ്ങൾ ആലോചിച്ച് നോക്കണേ. ഉണ്ടാ എന്ത് ഹിസാബ് അയാൾക്ക് വരള ഇസ്ലാമു യഹദീമുമാക്കാന കബുലഹൂന്നല്ലേ? ഇസ്ലാം മുസ്ലിം ആകലോടുകൂടി അയാളെ മുമ്പുള്ള എല്ലാ ദോഷവും അള്ളാഹു പുറത്തു കൊടുത്തില്ലേ? എല്ലാം പുറത്തു കൊടുത്ത് ഒരു ഇബാദത്ത് ചെയ്യാത്തതിനെ പറ്റി ചോദിക്കാനില്ല, ചെയ്തത് നന്നാകാത്തതിനെ പറ്റി അയാളോട് ചോദിക്കാനില്ല, ഒരു തെറ്റ് ചെയ്തതിനെ പറ്റി അയാളോട് ചോദിക്കാനില്ല. ഒന്നിനും അയാൾക്കൊരു സമയമില്ല. ഗ്രീൻ ചാനലിൽ പോകാം. നമുക്കൊക്കെ എന്തൊക്കെയാ പറയണ്ടാവും ചങ്ങായി, വരുന്ന ആലോചിച്ചൊക്കെ എത്ര മനുഷ്യന്മാരെ കുറ്റം പറഞ്ഞിട്ട് നമുക്ക് പറയണ്ടാവും. എന്തെല്ലാം നമ്മൾ ചെയ്ത ഇബാദത്തിലുള്ള വീഴ്ചകളെ പറ്റിയൊക്കെ പഠിച്ചോ ഹിസാബ് എടുക്കുകയാണെങ്കിൽ എന്തെല്ലാം പറയണ്ടാവും. നമ്മൾ ഇയാൾക്ക് എന്താ പറയാനുള്ളത്? അയാളോട് എന്താ ചോദിക്കാനുള്ളത്? എന്തെങ്കിലും ഉണ്ടാവും? ഒന്നുമില്ല. അപ്പോൾ അല്ലാഹു തആല അവർക്ക് അതിനുള്ള ഹിദായത്ത് കൊടുക്കാനുള്ള, നന്നാക്കാനൊക്കെ ഉള്ള കഴിവ് കൊടുക്കും.